പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ഇൻഫോർമേറ്റീവ് സ്പീച്ചസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇഫ്ക ഗ്രൂപ്പ് മെമ്പർ ആരോഗ്യനെ സ്വാഗതം ചെയ്യാം. നമസ്തേ. ഇഫ്ക അബുദാബി ചാപ്റ്ററും അഹല്യയും സംയുക്തമായി നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഫ്ക ഇന്ത്യൻ ഫ്രണ്ട്സ് കൾച്ചർ ആൻഡ് ആർട്സ് നമ്മുടെ പ്രതിനിധിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ഹരീഷ്ജിയാണ്. ഈ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചും ഇഫ്കയെ കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരീഷ്ജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Dr. Chandra and all staff of Ahalya and nurses, എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, അമ്മമാരെ, രക്ഷിതാക്കളെ, നമസ്കാരം. IFCA നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫ്രണ്ട്സ് ഫോർ കൾച്ചർ ആൻഡ് ആർട്സ് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഇഫ്കയുടെ വളണ്ടിയർ എന്ന രീതിയിൽ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഏതാണ്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും ഡോക്ടറുടെ ഗൈഡ് ലൈൻസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്കിലും രണ്ടു വാക്ക് ഇഫ്കയെ പറ്റി പറയാം. ഏതാണ്ട് 30 വർഷത്തോളം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അബുദാബിയിലെ മൊത്തമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പേ നമ്മൾ ഓണാഘോഷത്തിന്റെ സമയത്ത് ഈ ഒരേ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി ഇന്ത്യൻ ഫ്രണ്ട് ഫോർ കൾച്ചർ ആൻഡ് ആർട്സ് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ ഇഫ്ക എന്ന രീതിയിൽ ഇത് തുടങ്ങി. നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹത്തിന് എന്തൊക്കെ വേണമോ ആ വേണ്ടതെല്ലാം നൽകുക എന്ന രീതിയിൽ ഒരു ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് വേണ്ടതല്ല. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? സാംസ്കാരികമായ മൂല്യങ്ങൾ, കൾച്ചർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് ലൈഫിൽ വേണ്ട സർഗാത്മകമായ ശക്തികളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കലാപരിപാടികൾ. അതോടൊപ്പം തന്നെ സമൂഹം എന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു പൂർണ്ണത കൈവരിക? തനിക്ക് എന്ത് വേണമോ അതിനോടൊപ്പം തന്നെ തന്നോടൊപ്പമുള്ളവർക്കും വേണ്ടി ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇഫ്കയുടെ സർവീസ് നിന്നും നമ്മൾ തുടങ്ങി. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ if you want to know yourself, use yourself to help others. മറ്റുള്ളവരെ അത് സഹായിക്കുക എന്ന രീതിയിലായിരുന്നു നമ്മുടെ സേവാ പ്രവർത്തനം തുടങ്ങിയത്. നമുക്കറിയാം, നിരവധി മേഖലകളിൽ ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. അത് വലിയൊരു വ്യത്യാസം നമ്മളിലും അവരിലും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ആരോഗ്യമായ സമൂഹത്തിന് ഒരു ആരോഗ്യം എന്ന രീതിയിൽ എന്തൊക്കെയാണോ അറിയേണ്ടത് അത് ഡോക്ടറെ പോലുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് കിട്ടാറുണ്ട്. ഏതാണ്ട് 3ാമത്തെ പരിപാടിയാണ് ഈ 6 മാസത്തിനുള്ളിൽ ഇഫ്കയ്ക്ക് വേണ്ടി നടക്കുന്നത്. ഇതുപോലെ നിരവധി പരിപാടികൾ പല പല ഭാഗങ്ങളിലും അബുദാബിയുടെ വെസ്റ്റ്, ഈസ്റ്റ്, അതുപോലെ തന്നെ വ്യത്യാസ്, മുസഫ, അലൈ, ആ ഭാഗങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എന്താണോ വേണ്ടത്, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി ഈ വിറ്റാമിൻ ഡിയുടെ ഭാഗമായിട്ട് പറയാം. ഏതാണ്ട് 4 മാസം മുമ്പ് ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ ഒരു വിറ്റാമിൻ ഡി മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിയുമ്പോൾ ഇതിന്റെ വിറ്റാമിൻ ഡി വളരെ കുറവാണ്. ഡോക്ടർ പറഞ്ഞത് ഡ്രാസ്റ്റിക്കലി ലെസ് എന്നാണ് പറഞ്ഞത്. അത് സാധാരണ ജീവിതത്തിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രാധാന്യം അതോടുകൂടിയാണ് എനിക്ക് മനസ്സിലായത്. ഇതേ രീതിയിൽ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതിന് വേണ്ടതെല്ലാം നൽകുക എന്ന രീതിയിലുള്ള പരിപാടികൾ ഇഫ്ക സംഘടിപ്പിക്കാറുണ്ട്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ പങ്കെടുത്ത എല്ലാ ആളുകളോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ ഈ അഹല്യ ഈ സംരംഭം നടത്തുന്നതിന് വേണ്ടി നമുക്കുള്ള എല്ലാ സഹായങ്ങളും ഒരുക്കി തന്ന അഹല്യയോടും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും നേഴ്സുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഡോക്ടേഴ്സ് ടോക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഡോക്ടർ ചാന്ദിനി പ്രദീപാണുള്ളത്. ഡോക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ചാന്ദിനി പ്രദീപ്, consultant pediatrician hailing from Palakkad, had her MBBS and Masters in Pediatrics from a reputed medical college, Kozhikode, and NCRT scholarship winner and state level scholarship winner throughout her studies. She worked for Indian Railway and Kerala State Services before moving to UAE.
having worked for Taha Medical Center for 3 years, she moved to Ahilya Hospital, where she is working for nearly 2 decades. She is also a lactational consultant at Internal Board. ഡോക്ടറിനെ ഈ മെഡിക്കൽ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമിതിയുടെ ഒരു ഭാഗമാണ് ഞാൻ, അഹല്യയുടെയും ഭാഗമാണ്. അതുകൊണ്ട് ആരും പുറത്തു നിന്ന് വന്നിട്ടില്ല. വളരെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെന്ന് ആവശ്യിക്കാം. രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടി യൂഷ്വലി എല്ലാവരും സമയത്തിന് എത്തുന്നുള്ളതാണ്. സാധാരണ 10 മണി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എല്ലാവരും 10 മണിക്ക് എത്തും. അതാണ് നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകത. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഉല്ലാസ്, പിന്നെ ബാക്കി അഹല്യ സ്റ്റാഫ് എല്ലാവർക്കും. പിന്നെ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നമുക്ക് തുടങ്ങാം. വൈറ്റമിൻ ഡിയെ കുറിച്ച് ബേസിക് കാര്യങ്ങൾ എല്ലാവരും മലയാളം അറിയണവരാണല്ലോ അല്ലെ. അപ്പോൾ കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാലും ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ് ആദ്യം എന്ന ഒപ്പീനിയൻ. സോ ടോക്ക് കുറച്ച് മലയാളത്തിലും പറയാം. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നത് പറയാം, പിന്നെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവെ എല്ലാവരും എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ് അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നു. ഏതെങ്കിലും ഒരാൾ ആ കോഴ്സ് മര്യാദയ്ക്ക് പൂർണ്ണമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. സാധാരണയായിട്ട് നമ്മളൊരു വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞാൽ അഡൽട്സ് ആവുമ്പോ 6 ആഴ്ചയും കുട്ടികളാവുമ്പോ 3 മാസവും ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഡോസിൽ കഴിക്കണം. അതായത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കണമെങ്കിൽ എത്ര കുറവുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ ആ മരുന്ന് എടുക്കുന്നത്. ആ കുട്ടികൾക്ക് എസ്പെഷ്യലി. അപ്പൊ ആ മരുന്ന് കൃത്യം 3 മാസം കൊടുക്കണം. മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ് അത് 2 മാസത്തേക്ക് അല്ലെങ്കിൽ 45 ദിവസത്തേക്കാണ് ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാറ്. ഈ 45 ഡേയ്സ് കഴിഞ്ഞാൽ 10 താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ പിന്നെ ടെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. പിന്നെ വന്ന് ഒരിക്കൽ കൂടി മരുന്ന് വാങ്ങിച്ച് അത് കഴിച്ച് കോഴ്സ് തീർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം